അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ബിഗ് ബോസ് വീടിനകത്തേക്ക് അപ്പാനി ശരത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം ലഗേജാണ് വന്നത്. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ആരോ വരുന്നുണ്ടെന്ന്. എന്നാൽ അപ്പാനിയാണെന്ന് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ബിഗ് ബോസ് പാട്ട് ഇട്ടപ്പോഴാണ് ഒരു കണക്ഷനൊക്കെ ഇവർക്ക് വന്നത്. എന്നാൽ അപ്പാനി വന്നിട്ട് ഭയങ്കര സ്നേഹം. ആരോടാ? വീട്ടിൽ നിന്ന് പോകുന്നവരെ അനുമോളോട് എന്തൊക്കെയാണ് പറഞ്ഞതാണ്. ഇപ്പോൾ അനുമോളോടൊക്കെ ഭയങ്കര സ്നേഹം. പിന്നെ നിവിൻ പിന്നെ ആര് വന്നാലും കയറി അങ്ങോട്ട് ഒട്ടുമല്ലോ. അക്ബറിനോടും അനുമോളോടും ഒരു പ്രത്യേക സ്നേഹം അപ്പാനി കാണിക്കുന്ന പോലെ ലൈവിൽ തോന്നിട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പാനി ശരത്ത് വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ അനുമോളാണ് ആദ്യം കണ്ടത്. അനുമോൾ അങ്ങനെ ബാക്കോട്ട് പോയി നിൽക്കുന്നു. പക്ഷെ ആദ്യം അക്ബറിനെ കയറി ഹഗ് ചെയ്തു. അത് കഴിഞ്ഞ് അനുമോളെയും നിവിനെയൊക്കെ ഹഗ് ചെയ്ത് വീടിനകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് അനുമോളോടൊക്കെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പം അനു കുമ്പ് കൂടി എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് തുടങ്ങി. അതിന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹം. എന്തോ വീട്ടുകാരെല്ലാവരും ഇനി വരാൻ പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ. എന്നാൽ എല്ലാവരും ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പാനി ശരത്ത് ആ ഒരു സമയത്ത് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. പാവം ഏതാണ്ട് ഈ ഒരു സമയം വരെയൊക്കെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഇത്രമാത്രം ഹൈപ്പ് കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റ് അപ്പാനി ആയിരിക്കും തുടക്കത്തിൽ. അപ്പാനി ഭയങ്കരമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഇത്രമാത്രം ഹൈപ്പിലേക്ക് എത്തിച്ചത് അല്ലേ. കുറച്ചും കൂടി ഒന്ന് അപ്പാനി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അപ്പാനി ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിന് നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. പക്ഷെ അതിൻ്റെ സങ്കടം മുഖത്തുണ്ടെങ്കിലും എല്ലാവരോടും തനിക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നതിൻ്റെ സന്തോഷം മാത്രം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇനി കുറച്ച് ദിവസം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. 3-4 ദിവസം ഉണ്ടാവുമായിരിക്കാം. അത് കഴിഞ്ഞ് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച ഫിനാലയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവരുടെ ഡാൻസ് പെർഫോമൻസിന് ഷൂട്ട് നടക്കുന്നത് സാറ്റർഡേ ആയിരിക്കും. സൺഡേ മോർണിംഗ് ആയിരിക്കും ഫിനാലെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായി തന്നെ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ടിംഗ് സാറ്റർഡേ നടത്തുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോവുള്ളൂ. അപ്പോൾ വീടിനകത്തൊരു 3-4 ദിവസം ഉണ്ടായിരിക്കും. ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ഇവർ പോവുള്ളായിരിക്കാം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.